വലിയ മാറ്റം സംഭവിച്ചു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ഞാൻ തുടക്കത്തിൽ സംസാരിച്ചത് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നത്. സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യമുണ്ടായ ഈ മകൻ, അവനോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വന്നപ്പോൾ അവൻ മാത്രമല്ല മാറുന്നത്, മക്കളെല്ലാം മാറുകയാണ്. എവിടെയാണ് വിഷയം? നാം ചില സമയങ്ങളിൽ നമ്മളായിട്ട് കുറെ കാഴ്ചപ്പാടുകൾ അങ്ങ് ഉണ്ടാക്കുകയാണ്. കുട്ടികളോട് അങ്ങനെ ഒന്നും നിന്നാ പറ്റൂല, കുട്ടികളോട് അങ്ങനെയൊക്കെ നിന്നാൽ കുട്ടികൾ തലേ കയറും, ഇങ്ങനെ കുറെ മദ്ഹബുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. നമ്മളും നമുക്ക് തോന്നുന്നത് പറയല. എന്നാൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും ചെയ്തതും എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ തല്ലാറുണ്ടോ? ഹസനെയും ഹുസൈനെയും മുഹ്സിനെ ഇവരെയൊക്കെ റളിയല്ലാഹു അൻഹും ഈ മക്കളെയും പേരമക്കളെയും ഒക്കെ തല്ലി നന്നാക്കിയതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മക്കളോടും പേരമക്കളോടൊക്കെ പെരുമാറി കാണിച്ചു തന്നു, അവരോട് ഇടവേകി കാണിച്ചു തന്നു. പോരാത്തതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മക്കളോട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹത്തോടെ പെരുമാറണം, കരുണയോടെ പെരുമാറണം. അക്രിമു ഔലാദക്കും, മാന്യമായി ബഹുമാന്യമായി പെരുമാറണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നബി തങ്ങൾ അത് ചെയ്തതാണ്. എവിടെ നിന്നാണ് പിഴക്കുന്നത് എന്നറിയാം? നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ അറിയാതെ എവിടെയൊക്കെയോ ഇതല്ലാത്തത് നമ്മൾ അങ്ങോട്ട് എഴുതി വെച്ചു. എന്നിട്ട് നമ്മൾ പറയും, സതെ നിങ്ങളാ വിചാരിച്ചതല്ല ഈ കുട്ടി, ഇവൻ അങ്ങനെയൊന്നുമല്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യക്കുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതത്തിലാണ്. പിന്നെ എവിടെ നിന്നാണ് ഈ കുഞ്ഞിന് മറ്റു സ്വഭാവങ്ങൾ വരുന്നത്? ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി, അവനിലുള്ള മറ്റ് വഴിതിരിവുകളെല്ലാം പിന്നീട് നാം മാതാപിതാക്കളുടെയോ മുതിർന്നവരുടെയോ സൃഷ്ടിയാൽ. ഒരു ദിവസം ഞാനൊരു യാത്രക്കിടയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കയറി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മൾ പോകുന്ന വഴിയിലാണ് എൻ്റെ വീട്, അതുകൊണ്ട് ഞാൻ അവിടെ വഴിയിൽ വെയിറ്റ് ചെയ്യും, വീട്ടിൽ നിന്ന് ചായ കുടിക്കാം. അപ്പോൾ ഹാപ്പി സോണിന്റെ ഒരു 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പ്രൊജക്ടിന്റെ വർക്കിനിടയിൽ നിരന്തരം ദിവസങ്ങളോളം തുടർച്ചയായി യാത്ര ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് യാത്രയിൽ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നതൊക്കെ പുറത്തു നിന്നും ആകുക എന്നുള്ളത് കൊണ്ട് വീടിൽ നിന്നുള്ള ഗൃഹാന്തരീക്ഷത്തിൽ നിർവഹിക്കപ്പെടുന്ന ഒരു ഭക്ഷണം കഴിച്ചാൽ അത്രയും കുറച്ചുകൂടി ഒരു സമാധാന ആരോഗ്യത്തിന് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഞാനും കരുതി ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ ഈ വീട്ടിൽ കയറി. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പിൽ ആ വീട്ടിലെ മുതിർന്ന ഉപ്പ, അദ്ദേഹം എന്നോട് ചെറിയൊരു 3.5 വയസ്സ് 4 വയസ്സുള്ള 3.5 വയസ്സോ 4 വയസ്സോ അതിന് താഴെയുള്ള ഒരു കുട്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഇവൻ നിങ്ങളൊന്ന് പരിശോധിക്കണം, ഇവനൊന്ന് ശരിയാക്കി തരണം. എന്താ? ഇവന് ഭയങ്കര ഒച്ചടലാണ്, ഇവന് ഭയങ്കര തൊള്ളടലാണ്, ഭയങ്കര ബഹളം വെക്കലാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, സുബ്ഹാനല്ലാഹ്, 3.5 വയസ്സുകാരനോട് എന്താ പറയേണ്ടത്? ഖുർആനും ഹദീസും പറഞ്ഞ് ഉപദേശിക്കുക. എന്തു പറഞ്ഞിട്ടാണ് ഈ കുട്ടിയെ എന്ത് ചെയ്യാൻ, ഈ കുട്ടിയെ നേരെയാക്കേണ്ടത്? ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പടച്ചോനെ ഇതിപ്പോ എന്താ ചെയ്യുക? ഞാനിങ്ങനെ അത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കതിൻ്റെ ഉത്തരം കിട്ടിയത്. എന്താ? അവൻ അപ്പൊ തന്നെ അകത്തു പോയിട്ട് അവന്റെ കളിക്കാനുള്ള കളിപ്പാട്ടം എടുത്തു വന്നു. കളിപ്പാട്ടം എടുത്തു വന്നപ്പോ ഈ വല്യപ്പ അവന്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ചു വാങ്ങി. തമാശക്ക് തട്ടിപ്പറിച്ചു വാങ്ങിയതാണ്. അത് വാങ്ങിയപ്പോ അവൻ അത് തിരിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിച്ചപ്പോ 1ാമത്തെ ശ്രമത്തിൽ ഇയാൾ കൊടുത്തില്ല. 2ാമതും കുട്ടി ശ്രമിച്ചു, 2ാമത്തതിലും അയാൾ കൊടുത്തില്ല. 3ാമത്തേൽ കുട്ടി എന്ത് ചെയ്തു എന്നറിയാം? കുട്ടി ബഹളം വെച്ചു. കുട്ടി ഒച്ച വെച്ചപ്പോ അയാൾ അത് കൊടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് ആരാ പഠിപ്പിച്ചത്. ഒച്ച വെക്കാൻ പഠിപ്പിക്കുന്നത് നമ്മളാ. ഇനി അവൻ ലൈഫിൽ ഒരു പാഠം പഠിച്ചു. എന്താ? നേടാൻ കഴിയാത്തത് നേടണമെങ്കിൽ ബഹളം വെക്കണം. കാര്യം എളുപ്പം നേടാൻ പറ്റണമെങ്കിൽ
ഒച്ച വെക്കണമെന്നവൻ പഠിച്ചു. അവന്റെ ലൈഫിലെ ആദ്യത്തെ വിദ്യാലയമാണത്. പലപ്പോഴും നമ്മുടെ മക്കൾ പെരുമാറ്റ ദൂഷ്യം കാണിക്കുന്ന സമയത്ത് നമ്മൾ കരുതും ഇത് വേറെ എവിടെ നിന്നോ ഉള്ളതാ. ചിലപ്പോഴൊക്കെ മറ്റു ദൂരെ നിന്ന് അല്ലെങ്കിൽ പുറത്തു നിന്ന് സഹപാഠികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സൗഹൃദങ്ങളിൽ നിന്നോ ഒരു ദുഷിച്ച ഭാഗം കണ്ടാൽ ആ ദുഷിച്ച ഭാഗം റിജക്റ്റ് ചെയ്യാൻ കഴിയും നാം പാരന്റ്സിന്റെ ഇടപെടൽ കൃത്യമാണെങ്കിൽ. വളരെ വളരെ ഭംഗിയായിട്ട് പുറത്തു നിന്നുള്ള ഏതൊരാളുടെ ഇടപെടലിനെയും നമുക്ക് മുറിച്ചു മാറ്റാൻ കഴിയും നമ്മുടെ പെരുമാറ്റം നേരെയാണെങ്കിൽ. എന്താണ് അതിന് വേണ്ടത്? കുഞ്ഞുനാളിലെ മക്കളോട് നല്ല രീതിയിൽ പെരുമാറി ശീലിക്കണം. അനാവശ്യമായി ബഹളം വെക്കുകയോ അനാവശ്യമായി നമ്മൾ മറ്റു വാക്കുകൾ പറയുകയോ ചെയ്ത് ശീലിക്കരുത്. മക്കളെ തമാശകൾ പറയുന്ന സമയത്ത് പോലും കാര്യഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കിയിട്ടാണ് തമാശ രൂപപ്പെടുത്തേണ്ടത് പോലും. തമാശക്ക് അസഭ്യം പറയരുത്, തമാശക്ക് ക്രൂരമായ വാക്കുകൾ പറയരുത്. എന്താണ്, ഒരു ആ കുഞ്ഞ് 4 വയസ്സായി അല്ലെ 5 വയസ്സായി 6 വയസ്സായപ്പോ ഉമ്മക്ക് രണ്ടാമത്തെ കുഞ്ഞുണ്ടായി. ചെറിയ കുഞ്ഞുണ്ടായ സമയത്ത് മൂത്ത കുട്ടിയോട് തമാശക്ക് മൂത്ത കാരണവന്മാരും ഈ വീട്ടിലെ മുതിർന്നവരും സന്ദർശനത്തിന് വരുന്നവരും പറയുന്ന തമാശകളിൽപ്പെട്ടതാണ്, ഇനി നിന്നെ വേണ്ട, ഉമ്മക്ക് വേറെ മോനുണ്ട്. തമാശ ഇത്തരം ക്രൂരമായ വാക്കുകൾ പറഞ്ഞിട്ട് ഉപയോഗിക്കരുത്. ആ കുട്ടിയെ ഷൂട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന വേദനയേക്കാൾ കഠിനമാണ് നിങ്ങളുടെ ഇത്തരം തമാശകൾ എന്ന് തലമുതിർന്നവർ മനസ്സിലാക്കണം. അതുപോലെ ചിലരൊക്കെ ഈ ചെറിയ കുട്ടിയോട് നല്ല ഇഷ്ടമുള്ള ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ചെറിയ കുട്ടിയെ ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് തമാശ പറയരുത്. എന്തുമാത്രം നോവും ആ മനസ്സിനെന്നറിയാം. അന്യായങ്ങൾ നിരന്തരം ചെയ്ത് മക്കളെ തമ്മിൽ വിരോധമുള്ളവരാക്കരുത്. ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, വളരെ കാലങ്ങൾക്ക് മുമ്പേ കണ്ടു പരിചയമുള്ളതാണ്, ഞങ്ങൾ ഒന്നിച്ച് ഏതോ ഒരു സിയാറത്തിൽ SSFന്റെ ഒരു സിയാറത്ത് യാത്രയിൽ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വിദേശത്ത് വന്നിട്ട് കുറേ കാലമായി നിങ്ങളുടെ നമ്പർ തേടുന്നു, നമ്പർ കിട്ടാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു, എന്നിട്ടും അത് കിട്ടിയില്ല. ഇന്നിപ്പോ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചിരുന്നു ഒരു മേശപ്പുറത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി, ഞാൻ കുറച്ചു ദിവസം കൊണ്ട് പോവുക. എന്താണ് എൻ്റെ പ്രശ്നം എന്നറിയോ? എൻ്റെ മോൻ ഭയങ്കര ടെൻഷനായി മാറിയിരിക്കുന്നു. എൻ്റെ മോനാണ് എൻ്റെ ടെൻഷൻ. ഞാൻ ചോദിച്ചു, എത്ര വയസ്സുള്ള മോനാ? ഒരു കുട്ടിക്ക് 4 വയസ്സും മൂത്തതിന് 5.5 വയസ്സും. വിഷയം മൂത്ത കുട്ടി 5.5 വയസ്സുകാരനാണ് പ്രശ്നം. UKG പഠിക്കുകയാണ്. UKG പഠിക്കുന്ന മോന്റെ വിഷയത്തിൽ എവിടെയാ നിങ്ങളുടെ പ്രശ്നം? വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഒരു പ്ലേറ്റോ ഒരു ഗ്ലാസോ ഇവൻ ബോധപൂർവ്വം എറിഞ്ഞു പൊട്ടിക്കും. എൻ്റെ ഉപ്പയോട് അഥവാ അവന്റെ വല്യുപ്പയോട് അവൻ മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും. അങ്ങനെ ഈ കുട്ടിയുടെ ഒരു നശീകരണ വാസന ഏകദേശം പറഞ്ഞതിൽ നിന്ന് ധ്വനിച്ചപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ 2 കുട്ടികളുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ കളിപ്പാട്ടവും മറ്റുമൊക്കെ വീട്ടിൽ വാങ്ങാറുണ്ടോ? ഉണ്ട്. നിങ്ങളെ മൂത്ത കുട്ടിയുടെ കളിപ്പാട്ടം ഇളയ കുട്ടി എടുത്താൽ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? സ്വാഭാവികമായും നമ്മളെ നാട്ടു നടപ്പാണ്, രണ്ടാൾക്കും കൂടെ 2 കളിപ്പാട്ടം വാങ്ങി എന്ന് സങ്കല്പിക്കുക. ചെറുതെന്ത് ചെയ്യും? അവൻ്റെത് വേഗം തകർക്കും, അല്ലെങ്കിൽ അതിൻ്റെത് വേഗം തകർക്കും. പിന്നെ മൂത്ത കുട്ടിയുടേത് ഈ ചെറിയ കുട്ടി അവകാശം പോലെ എടുത്താൽ സ്വാഭാവികമായി എന്താ നടക്കുക? മൂത്ത കുട്ടി അവന്റെ സാധനം ബലമായി തിരിച്ചു വാങ്ങൂലേ? തിരിച്ചു വാങ്ങിയാൽ ഇളയ കുട്ടി എന്താ ചെയ്യുക? കരയും, ബഹളം വെക്കും. ബഹളം വെച്ചാൽ നമ്മൾ കോടതിയുടെ തീരുമാനം എന്താ? നമ്മളെന്താ പറയാ? നീ എന്തിനാ അവനെ കരയിച്ചത്? സത്യം അങ്ങനെയാണോ? നമുക്കറിയാം മൂത്ത കുട്ടിയുടെ സാധനം, മൂത്ത കുട്ടിയുടെ കളിപ്പാട്ടം ഇളയ കുട്ടി എടുത്തതാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളെന്ത് പറയും? നമ്മൾ കൽപ്പനാപൂർവം ഈ മൂത്ത കുട്ടിയോട് അവന്റെ ആ കളിപ്പാട്ടം ആർക്ക് കൊടുക്കാൻ പറയും? ഇളയതിന് കൊടുക്കാൻ പറയും.
കൽപ്പനാപൂർവം പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സദസ്സിലും പലരും ജ്യേഷ്ഠനും അനുജനും അതുപോലെ ജ്യേഷ്ഠത്തിയും അനുജത്തിയും ഒക്കെ ഉണ്ടാവൂലേ? നിങ്ങളുടെ ഒരു 10 സെന്റ് പോട്ടെ, 5 സെന്റ് നിങ്ങൾ അനുജന് കൊടുക്കുവോ? ഈ സദസ്സിൽ എത്ര ആളുണ്ടാവും അങ്ങനെ? ഞാൻ പറയാണ്, ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 10 സെന്റ് അനുജന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ആരോ ഉണ്ട് ഈ സദസ്സിൽ? എന്തേ പറ. ഇതുപോലെയാണ് ആ കുട്ടിക്ക് അവന്റെ കളിപ്പാട്ടം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്? കൽപ്പനാപൂർവം പറയാണ് അവന് കൊടുക്കണം. അവന്റെ വസ്തു ഇളയ കുട്ടി എടുത്തതിന്റെ പേരിൽ അവനത് തിരിച്ചു വാങ്ങിച്ചതിന്റെ പേരിൽ ഇളയ കുട്ടി ബഹളം വെച്ചാൽ നമ്മുടെ കോടതി തീരുമാനം കുട്ടിക്കനുഭവം. നാം ഇങ്ങനെ തീരുമാനം പറയുന്ന സമയത്ത് ആ കുട്ടിയുടെ അന്തരാളങ്ങളിൽ ഉണ്ടാകുന്നത് എന്താണെന്നറിയോ? ഇവനാണ് എൻ്റെ ഈ ജന്മത്തിലെ പ്രഥമ ശത്രു, ഈ ഇളയവളാണ് എൻ്റെ പ്രധാന ശത്രു എന്ന് നിങ്ങൾ ഈ കുട്ടികളുടെ മനസ്സിൽ രൂപപ്പെടുത്തി കഴിഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് അവർ തമ്മിലുള്ള അകലം കൂടാൻ തുടങ്ങും. നമ്മൾ മരിച്ചാലും ഇവർ തമ്മിലുള്ള ശത്രുത അവസാനിച്ചോളന്നില്ല. അതുകൊണ്ട് നാം മക്കളുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ ജ്ഞാനത്തിന് എപ്പോഴും ഇടം വേണം, നീതിക്ക് എപ്പോഴും ഇടം വേണം. അവിടെ ഈ ഇളയ കുട്ടി മൂത്ത കുട്ടിയുടെ കളിപ്പാട്ടത്തിന് വേണ്ടി കരഞ്ഞാൽ ഒരിക്കലും ആ തീരുമാനം പറയാൻ പാടില്ല. പിന്നെന്തു വേണം? കുട്ടി പഠിക്കട്ടെ, ഇളയ കുട്ടി പഠിക്കണം. അവകാശം എന്താണ്, ന്യായം എന്താണ്, നീതി എന്താണെന്ന് പഠിക്കണം. നിങ്ങൾ ശാന്തമായി നിന്നാ മതി. നിങ്ങൾ നേരത്തെ തന്നെ എന്ത് പഠിപ്പിച്ചു? ബഹളം വെക്കാൻ പഠിപ്പിച്ചു, കരഞ്ഞു നേടാൻ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിക്കരുത്. കരഞ്ഞു നേടാൻ പഠിപ്പിക്കരുത്, ബഹളം വെച്ച് നേടാൻ പഠിപ്പിക്കരുത്. ന്യായത്തിലൂടെയും നീതിയിലൂടെയും മാത്രം നേടാൻ മക്കളെ കുഞ്ഞുനാളിൽ തന്നെ പഠിപ്പിക്കണം. ഒരു പണിയുമില്ല. ന്യായമല്ലാത്തത് വരുമ്പോ അതിന്റെ മുമ്പിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി. നിങ്ങൾ പ്രക്ഷുബ്ധമായി കോമരന്നുള്ളൊന്നും വേണ്ട, നിങ്ങൾ ആകെ ഇളകി പറയൊന്നും വേണ്ട. നിങ്ങൾ ശാന്തമായി നോക്കി നിന്നിട്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയാൽ ഇളയ കുട്ടിയോട് പറയണം, അത് മൂത്ത കുട്ടിയുടേതാണ്, അത് അവൻ്റെതാണ്, അത് നിന്റെതല്ല. അവൻ അങ്ങനെ ഒരു 3 ശ്രമം നടക്കുമ്പോൾ അവൻ പഠിക്കും. ന്യായം ഇങ്ങനെയാണ്, നീതി ഇങ്ങനെയാണ്, ഇവിടെ ശരിയെ നടക്കൂ. അവൻ പഠിക്കും. അവനവന്റെ ജീവിതത്തിൽ പഠിക്കും. ന്യായങ്ങൾക്കും നീതിക്കും എപ്പോഴും വില കൽപ്പിക്കപ്പെട്ട് പഠിക്കണം കുഞ്ഞുനാൾ മുതൽ. ചെറിയ മക്കളോട് സംസാരിക്കുന്ന സംസാര ഭാഷ നല്ല പോസിറ്റീവ് ഭാഷയായിരിക്കണം. എടാ പോടാ വിളിക്കരുത്, ഷൗട്ട് ചെയ്ത് സംസാരിച്ച് ശീലിക്കരുത്. ഇത് 1 വയസ്സാകുമ്പോൾ വരെ ചിലപ്പോ ചില രക്ഷിതാക്കൾ കുട്ടികളോട് ഷൗട്ട് ചെയ്യും. 6 വയസ്സെത്തിയ കുഞ്ഞിനെ പറ്റി ഒരു ദിവസം ഒരു രക്ഷിതാവ് പരാതി പറയുന്നത് കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതായത് മൂത്രമൊഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് മൂത്രമൊഴിക്കാത്ത കുട്ടി തൊട്ടടുത്ത നിമിഷം മൂത്രമൊഴിച്ചപ്പോ അത് കുട്ടിയുടെ വികൃതിയാണെന്നാണ് രക്ഷിതാവിന്റെ വാദം. ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് 5 മാസവും 6 മാസവും പ്രായത്തിയ കുഞ്ഞിനോട് ദേഷ്യപ്പെടുന്ന രക്ഷിതാക്കളിൽ നിന്ന് വ്യാപകമാണ്. എന്തേ? മനസ്സ് നിറയെ ആശങ്കകളും മനസ്സ് നിറയെ എന്തൊക്കെയോ വ്യാകുലതകളുമായി ജീവിക്കുകയാണ് പലരും. ഇതൊരു വലിയ തെറ്റാണ്. അള്ളാഹുവിന്റെ ദീനിൽ മുഅ്മിനായ മനുഷ്യനോടുള്ള മാർഗനിർദ്ദേശം എന്താ? ലാ തഹിനു വലാ തഹസനു, നിങ്ങൾ മുഷിഞ്ഞും ദുഃഖിച്ചും ജീവിക്കാൻ പാടില്ല എന്നാണ്. മുഷിഞ്ഞും ദുഃഖിച്ചും ജീവിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം. ആശ്വാസത്തോടെ ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കണം, മനസ്സമാധാനത്തോടെ ജീവിക്കണം എന്നാണ് അള്ളാഹുവിന്റെ ദീൻ എല്ലായിടത്തും പഠിപ്പിക്കുന്നത്. എല്ലായിടത്തും അങ്ങനെയാ പഠിപ്പിക്കുന്നത്. അലം നശ്റഹ് ലക സദ്റക്. എപ്പോഴും മനസ്സിന് ആശ്വാസം. ഈ ആശ്വാസം അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കാൻ നിരന്തരം പരിശ്രമിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ദൗത്യമാണ്. വിശ്വാസിക്ക് ഒരിക്കലും നഷ്ടമില്ല. അജബൻ ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം എന്നും അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, വിശ്വാസിക്ക് എല്ലാം നന്മയാണ്. ഇന്ന സ്വാബത്തുഹു ദർറ, ഒരു പ്രയാസം വന്നുവിട്ടാൽ സ്വബറ, അവൻ ക്ഷമിച്ചോളും. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്,
അത് ഞാൻ ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കലാണ് സ്വബറ ഫക്കാന ഖൈറൻ ലഹു. അത് വലിയ പ്രതിഫലമാണ്. വൈന സ്വാബത്തുഹു സന്തോഷഘട്ടങ്ങളാണ് വന്നുപെടുന്നതെങ്കിൽ, അനുഭവിക്കുന്നതെങ്കിൽ, കിട്ടുന്നതെങ്കിൽ ഷക്കറ, അവൻ നന്ദി കാണിക്കും. ഫക്കാന ഖൈറൻ ലഹു, അതും വലിയ പ്രതിഫലമാണ്. വിശ്വാസിക്ക് എങ്ങനെ പോയാലും മനസ്സമാധാനം കിട്ടും. ഈ മനസ്സമാധാനത്തോടെ മക്കളോട് പെരുമാറണം. ഇത് പലപ്പോഴും പുതിയ കാലത്ത് ഉമ്മമാരും ജോലിക്ക്, ഉപ്പമാരും ജോലിക്ക് പോയാൽ എവിടെയാ സ്വസ്ഥത ഉണ്ടാകുക? ഈ ജോലിഭാരം മുഴുവനും തലയിൽ പേറി നടക്കുമ്പോൾ അതിൻ്റെതായ ഡാമേജ്, പരുക്കുകൾ, ഈ പരുക്കുകൾ പ്രഥമമായും സ്വാധീനിക്കുന്ന ആരെയാണെന്നറിയോ? ഈ നമ്മുടെ മക്കളെയാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ജീവിതം സംഘർഷഭരിതമാക്കാൻ കാരണമാകുന്നതാണ് നമ്മുടെ ജീവിതം എപ്പോഴും സംഘർഷപൂരിതമായ ജീവിതമാക്കുന്നത്. സ്വസ്ഥമായ ജീവിതം വേണം. രണ്ടു കൂട്ടരും പുറത്തു ജോലിക്ക് പോകുന്ന അവസ്ഥ ആരോഗ്യകരമായ സാമൂഹിക അവസ്ഥ ഉണ്ടാക്കൂല. ഏതെങ്കിലും കുടുംബത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ പോകുന്നതുണ്ടെങ്കിൽ ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. ഒരു സമൂഹത്തിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന സാഹചര്യം കുടുംബത്തിന്റെ മെന്റൽ ഹെൽത്തിനെ, മാനസികാരോഗ്യത്തെ പ്രതികൂലമായി സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ധാരാളം മനഃശാസ്ത്ര വിദഗ്ധർ വിലയിരുത്തിയത് കാണാം. ഒരു ചാപ്റ്റർ തന്നെ അമേരിക്കൻ സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ചും വിദ്യാഭ്യാസ വ്യവസ്ഥിതിയെക്കുറിച്ചും വിലയിരുത്തിക്കൊണ്ട് കേരളത്തിലെ ഒരു അറിയപ്പെട്ട സൈക്കോളജിസ്റ്റ് കൂടിയായ CP വർക്കി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ, ഹാൻഡിൽ വിത്ത് കെയർ എന്ന പുസ്തകത്തിൽ ഈ വിഷയം പരാമർശിക്കുമ്പോൾ പറഞ്ഞു, ഭാര്യയും ഭർത്താവും ജോലി ഭാരം അനുഭവിക്കുന്നവർ അവരുടെ മക്കളുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഡിപ്രസ്ഡ് ആകാൻ, മാനസിക പിരിമുറുക്കമുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് പുതിയ കാലത്ത് ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ, ഈ ഉത്തരവാദിത്വങ്ങളെ പറ്റി പറയുമ്പോഴും വേണം മനസ്സിലാക്കാൻ. കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂളിലെ ഒരു പാരന്റിങ് കഴിഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കൊടുത്തപ്പോ ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഒരു ലേഡി, ഒരു പാരന്റ്, അവർ ചോദിച്ചു, ഉസ്താദേ ഞാൻ MSc സൈക്കോളജി കഴിഞ്ഞതാണ്. പക്ഷെ ഉസ്താദ് ഈ പറഞ്ഞതുപോലെ എൻ്റെ ഫാമിലിയിൽ എനിക്കൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്തേ? ഞാൻ വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ വൈകുന്നേരം വരെ വീട് ഭരണമൊക്കെ നടത്തി വൈകുന്നേരം ഇരിക്കുന്ന സമയത്ത് ഭർത്താവ് വന്നാലുള്ള ചോദ്യം, ഇവിടെ നിനക്കെന്താ പണിയെന്ന്. ആ ചോദ്യം കേട്ട എല്ലാ സ്വസ്ഥതയും പോയി. പിന്നെ അത് മതി അന്നത്തെ സർവ സന്തോഷവും നഷ്ടപ്പെടാനും കലുഷിതമാകാനും കലഹമാകാനും. എവിടെയാണ് പ്രശ്നം? ഗൃഹഭരണം എന്നത്, കുടുംബഭരണം എന്നത് വലിയ ഒരു കലയാണ്, വലിയൊരു പ്രൊഫഷനാണ്. അതിൻ്റെ മഹത്വം മനസ്സിലാക്കി, അതിൻ്റെ ആ ആർട്ട് മനസ്സിലാക്കി, അതിൻ്റെ കല എന്താണെന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഉമ്മക്ക്, ഒരു അമ്മക്ക് മാനസികാരോഗ്യമുണ്ടാകാൻ, ശാരീരികമാരോഗ്യമുണ്ടാകാനും ഈ ഒരു കാര്യം മതി. ഞാൻ ചുരുക്കി പറയാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം സ്വസ്ഥതയുള്ള മാതാപിതാക്കളാണ്. പാരന്റിങ്ങിൽ ആദ്യത്തെ ഏറ്റവും വലിയ വിഷയം സ്വസ്ഥതയുള്ള മാതാപിതാക്കൾ എന്നതാണ്. സ്വസ്ഥതയുള്ള മാതാപിതാക്കളാണ് ഒരു സമൂഹത്തെങ്കിൽ ആ സമൂഹത്തിലെ പാരന്റിങ് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ നോക്കൂ, ലോകത്തെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യക്തികളെ എണ്ണിയാൽ അതിൽ ഒരാളായി എണ്ണാൻ പറ്റുന്ന ആളാണ് സയ്യിദുന മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ജീവിതത്തിലെ ഉയർച്ചയെക്കുറിച്ചും അതിന്റെ നേട്ടത്തെക്കുറിച്ചും അതിന്റെ പിന്നിലെ ചാലക ശക്തിയെക്കുറിച്ചും പറഞ്ഞപ്പോ പറഞ്ഞു, റബ്ബത്നി ഉമ്മി, എന്റെ ഉമ്മയുടെ പാരന്റിങ് ആണ് എന്നെ നേട്ടമുള്ളൊരു മനുഷ്യനാക്കി മാറ്റിയത് എന്ന് പറയുന്നത് കാണാം. അതുപോലെ മനുഷ്യന് നമ്മുടെ ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ, ഇന്ത്യൻ പ്രസിഡന്റുമാരിൽ മലയാളിയായിരുന്ന KR നാരായണൻ, പട്ടിണി പരിവട്ടങ്ങളിലൂടെ വളർന്നു വലുതായ KR നാരായണന്റെ ജീവിത ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാം, തന്റെ അമ്മ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തത് കൊണ്ട് അതിനുവേണ്ടി പുറം വീടുകളിൽ ജോലി ചെയ്തിട്ട് ജോലിയുടെ കൂലിയായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ, ബാക്കി ഭക്ഷണങ്ങൾ അതുപയോഗിച്ച് തന്റെ മകനെ വളർത്തുന്ന പശ്ചാത്തലമുള്ളപ്പോൾ പോലും
പാരന്റിങ് നന്നായപ്പോ ലോകരാജ്യങ്ങളിലെ ശ്രദ്ധേയമായ ഒരു രാജ്യത്തിന്റെ പ്രഥമ പുരുഷനായി, പ്രഥമ പൗരനായി ഉയർന്ന ഒരു മനുഷ്യനാക്കി മാറ്റാൻ KR നാരായണനെ അങ്ങനെ ആക്കി തീർക്കാൻ തന്റെ അമ്മക്ക് സാധിക്കാൻ കാരണം സ്വസ്ഥതയുള്ളൊരു മനസ്സ് പട്ടിണിക്കിടയിലും ആ അമ്മക്ക് സാധ്യമായത് കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും.